ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വിപണിയിൽ വളരെ ജാഗ്രതയോടെ നീങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. US താരിഫിൻ്റെ ആ ഒരു വർധനവുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് അതിൻ്റെ ഒരു ഡെഡ് ലൈൻ, അതായത് ജൂലൈ 9 ഡെഡ് ലൈന്, അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ താരിഫുകൾ അത് ഓഗസ്റ്റ് 1 മുതലേ നടപ്പിലാക്കുകയുള്ളൂ എന്ന ഒരു സാധ്യത അവിടെ ഉണ്ട്. ഈ ജൂലൈ 9 മുമ്പായിട്ട് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ജൂലൈ 9 ആ താരിഫ് നെഗോഷിയേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തുറന്നിടുന്നതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം US ഇന്ത്യ ട്രേഡ് ഡീൽ അതുപോലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ആ ഒരു ട്രേഡ് ഡീലിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ഒരിക്കലും ജൂലൈ 9 കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് മാർക്കറ്റിൽ കാണുന്നത്. കൂടാതെ ഒപെക് പ്ലസ് രാജ്യങ്ങൾ അവരുടെ ഓഗസ്റ്റിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ ആ ഒരു സപ്ലൈ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു തീരുമാനം. എങ്കിൽ പോലും ഈ US ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്തിൽ ഉണ്ടാവുക എന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ഡിമാൻഡ് എത്രമാത്രം ഉണ്ടാകും, അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എത്രമാത്രം ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തതും ഒരു വിഷയമായിട്ട് മാറുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പൊ നിഫ്റ്റി ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,450 ഓപ്പൺ ചെയ്ത നിഫ്റ്റി 25,489 വരെ അതിന്റെ ഹൈ ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാം. അതുപോലെ 25,407 വരെ അതിന്റെ ലോയും ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കാണുന്നത് നിഫ്റ്റി ആ 25,400-നും 24,500 ഇടയിൽ ചാഞ്ചാടിക്കൊണ്ട് ഒരു ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ട വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ FIIC ഇന്ന് ബൈങ് മോഡിലാണ് വന്നത്. അവർ വളരെ നേരിയതാണെങ്കിലും 322 കോടിയുടെ ഒരു ബൈങ് മാത്രമേ നടത്തിയിട്ടുള്ളൂ എങ്കിലും ഇപ്പോൾ ഈ ജൂലൈ മാസം പിറന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ ഒരു ബൈങ് നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കാര്യമായ ഒരു മൂവും പ്രത്യേകിച്ച് ബ്രോഡ് മാർക്കറ്റിലോ അതുപോലെ സെക്ടോറൽ വൈസ് നമ്മൾക്ക് കാണാൻ കഴിയില്ല. എങ്കിലും ഇന്ന് മാർക്കറ്റിൽ ശ്രദ്ധ നേടിയത് FMCG സ്റ്റോക്കുകളും അതുപോലെ സ്മോൾ ക്യാപ് ജ്വല്ലറി സ്റ്റോക്കുകളുമാണ്. അപ്പോൾ ഇന്ന് FMCG ഇൻഡെക്സ് 1.68% അപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ 1% കൂടുതൽ, ഏകദേശം 6% വരെയുള്ള ക്ലോസിംഗ് നടത്തിയ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഡാബർ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇമാമി ലിമിറ്റഡ്, ബ്രിട്ടാനിയ, വരുൺ ബീവറേജസ്, ടാറ്റ കൺസ്യൂമർ, നെസ്ലെ ഇന്ത്യ പോലുള്ള സ്റ്റോക്കുകൾ 1% കൂടുതൽ അപ്സൈഡ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഗോൾഡ് ജ്വല്ലറി സെഗ്മെന്റിലുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇപ്പോൾ ടൈറ്റാൻ കല്യാൺ ജ്വല്ലേഴ്സ് പോലെയുള്ള മീഡിയം ടു ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ അത്ര ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായിട്ടുള്ള PC ജ്വല്ലേഴ്സ്, PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ്, തങ്കമയിൽ ജ്വല്ലേഴ്സ്, സെൻഗോ ഗോൾഡ്, സ്കൈ ഗോൾഡ് പോലെയുള്ള സ്റ്റോക്കുകളിലും ഒരു അപ്സൈഡ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഈ FMCGയിലും ഈ ഗോൾഡിലൊക്കെ ഈ മുന്നേറ്റത്തിന് കാരണമായത് ആ പർട്ടിക്കുലർ കമ്പനികളുടെ ബിസിനസ് അപ്ഡേറ്റ്സ് ആണ്. നമുക്കറിയാം 2026 ആദ്യ ക്വാർട്ടർ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും. അപ്പോൾ Q1 ഏർണിംഗ്സ് റിസൾട്ട് പബ്ലിക്കായിട്ട് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്യുക എന്നുള്ളത് ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് മാൻഡേറ്ററി ആയിട്ട് ഒരു കാര്യമാണ്. എന്നാൽ റിസൾട്ടിന് മുന്നോടിയായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ബിസിനസ് അപ്ഡേറ്റ് അത് മാൻഡേറ്ററി അല്ല, അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ പല കമ്പനികളും റിസൾട്ടിന് മുന്നോടിയായിട്ട് എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന് ഇൻവെസ്റ്റേഴ്സിന് മുൻകൂറായിട്ട് ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ ഒറിജിനൽ റിസൾട്ട് ഫൈനലായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ദിവസം ഒരു വളറ്റിലിറ്റി ഒഴിവാക്കാനും അതുപോലെ ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവാതിരിക്കാനും ഇത്തരത്തിൽ മുൻകൂറായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റുകൾ നൽകുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം ഇവിടെ കമ്പനി ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തയ്യാറാവുകയാണ് എന്നാണ് അതിന് മനസ്സിലാകുന്നത്. കൂടാതെ അവരുടെ ആ ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസ്പെറൻസിയും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ഗൈഡൻസുകൾ നൽകുന്നത് ഒരു നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ഫോളോ ചെയ്യുന്ന കമ്പനികൾ ചെയ്യുന്ന കാര്യമായിട്ട് പൊതുവെ കണക്കുകൂട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചില സ്റ്റോക്കുകളുടെ ബിസിനസ് അപ്ഡേറ്റ് വന്നതാണ് FMCG സെക്ടറിൽ ഒരു റാലിക്ക് കാരണമായത്. നമുക്കറിയാം ഈ കലണ്ടർ ഇയർ പിറന്നതിന് ശേഷം 2025 ജനുവരി മുതൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ FMCG ഇൻഡെക്സ് 2.39% ഡൗൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതേസമയം നിഫ്റ്റി 7.24 അപ്പായതായിട്ട് കാണാൻ കഴിയുക. മാർക്കറ്റിന് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടാണ് FMCG ഇൻഡെക്സ് ഇത്ര നാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ വീക്കായിട്ടുള്ള കൺസ്യൂമർ ഡിമാൻഡാണ് ഇത്തരത്തിലുള്ളൊരു പിറകിലോട്ട് പോക്ക് FMCG സ്റ്റോക്കിൽ ഉണ്ടാകാനുള്ള കാരണം.
അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഡാബർ ഇന്ത്യ കൊടുത്തിട്ടുള്ള ഒരു ബിസിനസ് അപ്ഡേറ്റിൽ അവർ പറയുന്നത് ഏപ്രിൽ ജൂൺ ക്വാർട്ടറുകളിൽ ഇന്ത്യയുടെ FMCG സെഗ്മെന്റിൽ ഒരു ഡിമാൻഡ് റിക്കവറി ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അല്ല, അർബൻ മാർക്കറ്റിൽ നല്ല തോതിലുള്ള വോളിയം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഡാബർ ഇന്ത്യയുടെ ബിസിനസ് അപ്ഡേറ്റിൽ അവർ പറയുന്നത്. അപ്പോൾ അതിന് കാരണമായത് ഫേവറബിൾ ആയിട്ടുള്ള മാക്രോ എക്കണോമിക് കണ്ടീഷൻസും അതുപോലെ തന്നെ എബോവ് ആവറേജ് ആയിട്ടുള്ള മൺസൂൺ വന്നതും അത് നല്ല അഗ്രികൾച്ചർ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും അതുപോലെ ഇൻഫ്ലേഷൻ കുറഞ്ഞതും അതുപോലെ കൺസംഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള പല ലിക്വിഡിറ്റി മെഷേഴ്സും, അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഡാബർ ഇന്ത്യയുടെ റവന്യൂ ഗ്രോത്തിന് സഹായകരമായിട്ടുണ്ടെന്നും അത് കൂടുതൽ മൊമെൻറ്റം നേടുമെന്നും കമ്മിങ് ക്വാർട്ടറുകളിൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അത് സാധിക്കുമെന്നൊക്കെയാണ് ഡാബർ ഇന്ത്യയുടെ അപ്ഡേറ്റ്. അതേപോലെ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സും ഇതേ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൊടുത്തതായിട്ട് കാണാൻ പറ്റും. അവരുടെ മാനേജ്മെൻറ്റ് പറയുന്നത് അവരുടെ ആ ഒരു എബിറ്റ ഗ്രോത്ത് അത് ഡബിൾ ഡിജിറ്റിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് ക്വാർട്ടർ ആകുമ്പോഴത്തേക്കും ഈ ഒരു എബിറ്റ ഡബിൾ ഡിജിറ്റിലേക്ക് പോകുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ, അതുപോലെ മാർജിനിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതുവഴി ഉണ്ടാകുമെന്നുമൊക്കെയാണ് അപ്ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് FMCG ഇൻഡെക്സിൽ ഒരു അപ്സൈഡ് മൂവ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ അവിടെ പല സ്റ്റോക്കുകളും മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ ഡാബർ ഇന്ത്യയും ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സുമാണ് ഏറ്റവും അധികം മുന്നോട്ട് പോയതായിട്ട് കാണാൻ പറ്റുക. ഇതേപോലെ തന്നെ അതിലെ ഒരു സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലെ സ്റ്റോക്കായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ഫുഡ്സ് അത് 7.87% അപ്സൈഡിലാണ് ഇന്ന് ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പല ലീഡിംഗ് FMCG കമ്പനികൾക്കും ബിസിനസ് ടു ബിസിനസ് റിലേഷനുള്ള ഹിന്ദുസ്ഥാൻ ഫുഡ്സ്, അപ്പോൾ അതിൻ്റെ ആ ഒരു മുന്നേറ്റം സൂചിപ്പിക്കുന്നതും ആ ഒരു മേഖലയിൽ നല്ലൊരു ഉണർവ് ഈ വരും ക്വാർട്ടറിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും പല ലീഡിംഗ് റിസർച്ച് ഹൗസുകളും FMCG സെക്ടറിനെ കുറിച്ച് പൊതുവെ മിക്സഡ് ആയിട്ടുള്ള കമൻട്രിയാണ് നൽകുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിലവിൽ അവർ പറയുന്നത് FMCG ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിക്കില്ലെന്നും നിലവിലുള്ള ആ ഒരു ഡിമാൻഡ് സ്റ്റഡി ആയിട്ട് നിൽക്കുമെന്നുള്ളതാണ്. കൂടാതെ ഈ മൺസൂൺ നേരത്തെ വന്നത് ഒരു തരത്തിൽ ഗുണകരമാണെങ്കിലും വേറൊരു തരത്തിൽ സമ്മർ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന പല കമ്പനികൾക്കും അത് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സമ്മർ ബേസ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള കാലഘട്ടത്തിലാണ് ബീവറേജ് ബിസിനസ് നന്നായിട്ട് ഉയരുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ മഴ വന്നത് കാരണം ഈ ബീവറേജിൻ്റെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ കൂളിംഗ് പ്രൊഡക്റ്റുകൾ, തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രൊഡക്റ്റുകളുണ്ടോ അതിൻ്റെയൊക്കെ ബിസിനസ്സും വലിയ തോതിൽ എഫക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ട് ഹെയർ ഓയിൽ, ടാൽക് പൗഡർ പോലെയുള്ള ഡൗൺ ആയിട്ടുണ്ടാവുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ ചുരുക്കം ചില കമ്പനികൾ അവരുടെ ആ ഒരു പ്രൈസിങ് പവർ കാരണം നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടീ, അതുപോലെ ബിസ്ക്കറ്റ്സ്, ഓയിൽസ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഓറൽ കെയർ മേഖലകളിൽ വമ്പിച്ച കോമ്പറ്റീഷൻ നേരിടുന്നതും പല കമ്പനികളുടെയും പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഹയർ ഇൻപുട്ട് കോസ്റ്റ് വന്നത് കാരണം പല കമ്പനികളുടെയും പ്രോഫിറ്റ് മാർജിൻ കുറയാനുള്ള സാധ്യതയാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. എങ്കിൽ പോലും മാരിക്കോ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, മിസ് ബെക്ടേഴ്സ് ഫുഡ്, ബ്രിട്ടാനിയ പോലെയുള്ള കമ്പനികൾ ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് പ്രകടിപ്പിക്കുമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ, അതേപോലെ എഡിബിൾ ഓയിൽ, ടീ, സാൾട്ട്, ബിസ്ക്കറ്റ് പോലെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന മാരിക്കോ, ബ്രിട്ടാനിയ പോലെയുള്ള സ്റ്റോക്കുകൾ എബോവ് ആവറേജ് വോളിയം ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ മിക്സഡ് ആയിട്ടുള്ള ഒരു റിസർച്ചുകളാണ് FMCG മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഈ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ബിസിനസ് അപ്ഡേറ്റ് കൊടുത്തത് ആ മേഖലയിൽ പൊതുവെ നല്ല റിസൾട്ടുകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ FMCG സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിൽ ചെറിയ മുന്നേറ്റം നമ്മളിപ്പോൾ കാണുന്നത്. ഇതേപോലെ മുന്നേറ്റം നടന്നിട്ടുള്ളത് സ്മോൾ ക്യാപ് ജ്വല്ലറി കമ്പനികളിലാണ്. അപ്പോൾ അവിടെ PC ജ്വല്ലേഴ്സ് പോലെയുള്ള കമ്പനികളിൽ 10% കൂടുതൽ അപ്സൈഡ് പോയതായിട്ട് കാണാം. അവിടെയും നല്ല ബിസിനസ് അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നേറ്റം കാണുന്നത്. അതുപോലെ സെൻഗോ ഗോൾഡും നല്ല രീതിയിൽ നിന്ന് മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ PC ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു അപ്ഡേറ്റ് ആണ് അവിടെ പ്രധാനമായിട്ടും ആ സ്റ്റോക്കിലെ ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. അവരുടെ ആ ഡെറ്റ് 50% വെച്ച് കുറച്ചിട്ടുണ്ടെന്നാണ് അവരുടെ ഒരു അവകാശവാദം. അപ്പോൾ FY26 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഒരു ഡെറ്റ് ഫ്രീ കമ്പനി ആവാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്നൊരു അപ്ഡേറ്റും കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അവരുടെ ബിസിനസ്സിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു കമ്പനി നമ്മൾ കാണുന്നത് സെൻഗോ ഗോൾഡാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മൂവാണ് ആ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മൊത്തത്തിൽ ഈ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ് ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള സ്മോൾ ക്യാപ്പ് ആയിട്ടുള്ള രണ്ട് സ്റ്റോക്കുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ചില ജ്വല്ലറി സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകൾ മുന്നേറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.